Hi all, a very warm good morning. അപ്പോൾ BAGE ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമ്മുടെ ഫ്രീ ക്ലാസ് ഒക്കെ കുറെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, പക്ഷേ ഇഗ്നോയുടെ പാറ്റേൺ ഒത്തിരി മാറിയിട്ടുണ്ട്. വളരെ പെരിഫറൽ ഏരിയാസ് നിങ്ങൾ 102 ഒക്കെ കണ്ടില്ലേ? പെരിഫറൽ ഏരിയാസ്, അതായത് മൊത്തം പഠിക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലേ. പക്ഷെ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടോ? നിങ്ങൾ കണ്ടോ? എഴുതിയവരുണ്ടെങ്കിൽ മനസ്സിലായോ? യെസ്, ഒത്തിരി എന്താ പറയാ, പെരിഫറൽ ഏരിയാസ് എന്ന്, അതായത് എല്ലാ ചാപ്റ്ററും പഠിച്ചാൽ മാത്രമേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ ലാസ്റ്റ് ടൈം ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവാനുള്ള കാര്യങ്ങൾ തരാ എന്നുള്ളതാണ് എന്റെ ധർമ്മം. സോ മാക്സിമം നിങ്ങൾ അടുത്തൊരു വർഷത്തേക്കെങ്കിലും, കാരണം ടൈറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ വിചാരിക്കാത്ത ഏരിയാസ് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് സെക്കൻഡ് ഇയറിന്റെ ക്ലാസ്സസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 25 മുതൽ 26 മുതൽ ലൈവ് സ്റ്റാർട്ട് ചെയ്യും. കംപ്ലീറ്റ് 10 സബ്ജക്റ്റിന്റെ ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇലക്ടീവ്സ് ഉൾപ്പെടെ, സെക്കൻഡ് ഇയറിന്റെ ഇലക്ടീവ്സ് ഉൾപ്പെടെ എല്ലാ ഇലക്ടീവ്സും നമ്മൾ എടുക്കുന്നുണ്ട്. ഇലക്ടീവ്സ് ഉൾപ്പെടെ 10 സബ്ജക്റ്റിന്റെ ക്ലാസ്സും സൈക്കോസ്റ്റയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒന്നെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അല്ല, ഇപ്പൊ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ക്ലാസ് ആണ്. മൺഡേ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലേ എക്സാമാ? അതല്ലേ? അത് കഴിഞ്ഞിട്ട് 103 തരാട്ടോ. 103 എപ്പോഴും എക്സാം. അതിന് കൂടെ എനിക്ക് ഒരൊറ്റ കാര്യം കൂടെ അറിയണം. ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് എക്സാം ഇംഗ്ലീഷ് ട്യൂസ്ഡേ. അത് കഴിഞ്ഞിട്ടല്ലേ 103? അതെ. അപ്പോഴേക്ക് 103 തരാട്ടോ. ഓക്കെ, അപ്പൊ BAGE 182 എന്ന് പറയുന്നത് കമ്പൾസറി സബ്ജക്റ്റ് ആണ്. എല്ലാവരും എഴുതേണ്ട ഒരു കമ്പൾസറി സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ഒരാൾക്ക് മറ്റൊരാളുടെ ഇൻഫർമേഷൻസ് കൺവേ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? വെർബൽ അല്ലെ, സംസാരത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, റിട്ടൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ. അങ്ങനെ ഇംഗ്ലീഷിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിന്റെ സ്കിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ള ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. 2023 ജൂൺ മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആട്ടോ നമ്മൾ നോക്കുന്നത്. 50 മാർക്കിനാണ്. ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. എപ്പോഴും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആണ് 10 മാർക്ക്. ഇപ്പൊ ഏത് എക്സാം കഴിഞ്ഞാലും ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻഡ് സൈക്വസ്റ്റ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാ സബ്ജക്റ്റിന്റെയും ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ക്ലാസ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് തട്ടിക്കൂട്ടി ഇങ്ങനെ വെറുതെ ഈ ടോപ്പിക്സ് പറഞ്ഞ പോലെ വളരെ വിശദമായിട്ട് കണ്ടിട്ടുണ്ട്. ആരെങ്കിലും കണ്ടവരുണ്ടോ? 101 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എപ്പോഴും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കാറ്. എഗെയിൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെയും ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, അയച്ചു തരാം. അതൊന്ന് നോക്കാം. നല്ല രീതിക്ക് നിങ്ങൾക്ക് ഒരു 10 മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഷുവർ ആക്കി തരാം. ബാക്കി നിങ്ങൾ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പം ആൻസർ എനി 4 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 100. 2 പാർട്ടായിട്ടാണ്. അപ്പം എനി 400 വേർഡ്സിലാണ് എഴുതേണ്ടത്. ഓക്കെ, വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ് സെൻഡർ, റിസീവർ, മെസ്സേജ്, മീഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് 4 എന്ത് വരുന്നുണ്ട്, എലമെന്റ്സ് വരുന്നുണ്ട്. ഡിസ്ക്രൈബ് ഈച്ച് എലമെന്റ് ബ്രീഫ്ലി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. എക്സാമ്പിൾ വെച്ചിട്ട് ഓരോ എലമെന്റ്സും എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. 4 into 5 ആണ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എക്സാമ്പിൾസ് ചോദിക്കുമ്പോ എന്താണ് എഴുതേണ്ടത്? പറഞ്ഞുതരാം. അതാണ് ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസ് വായിച്ചു പോവാണ് കേട്ടോ. ഇനി അടുത്തത്, വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് സ്പീച്ച് ഇവന്റ്സ്? സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് എക്സാമ്പിൾസ് ഓഫ് ഈച്ച് ടൈപ്പ്. സ്പീച്ച് ഇവന്റ്സ്, അതിന്റെ എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ റൂൾസ് ടു ബി ടു മേക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ സക്സസ്ഫുൾ? ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുമ്പോൾ അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്തൊക്കെ റൂൾസ് നമ്മൾ പാലിക്കണം അല്ലെ? ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല, നമ്മളെ ടേൺ കാത്തു നിൽക്കണം, നമ്മളെ ടേൺ വരുമ്പോൾ ഒത്തിരി സമയം എടുക്കരുത്, അങ്ങനെ ഒത്തിരി റൂൾസ് ഉണ്ട്.
ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ കേട്ടോ. ഇനി വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് വിഷ്വൽ എയ്ഡ്സ് ഇൻ പ്രസന്റേഷൻ? ഞാനിപ്പോ നോക്കിയേ, വിഷ്വൽ എയ്ഡ് ആണ്. ഈ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു കൂടി തരുവാകുമ്പോൾ അതിന്റെ എന്താണ് എഫക്റ്റ്, ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഇനി ഹോമോണിംസും ഹോമോഫോണീംസും തമ്മിലുള്ള എന്താണെന്നും അതിന്റെ എക്സാമ്പിൾസ്, രണ്ടിന്റെയും എക്സാമ്പിൾസ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ക്രിട്ടിക്കൽ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഏതാണ് ഫസ്റ്റ് പാർട്ടിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 6 ക്വസ്റ്റ്യനില് ഏതെങ്കിലും 4 എണ്ണം എഴുതാം. 4 എണ്ണത്തിനും 5 മാർക്ക് വെച്ച് 20 മാർക്കാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, യു ആർ അറ്റൻഡിങ് ആൻ ഇന്റർനാഷണൽ കോൺഫറൻസ് ഇൻ യുവർ സിറ്റി ആൻഡ് ഹാവ് ജസ്റ്റ് മെറ്റ് എ പാർട്ടിസിപ്പന്റ് ഫ്രം സിംഗപ്പൂർ. നിങ്ങളൊരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ് നിങ്ങളുടെ സിറ്റിയിൽ. അവിടെ നിങ്ങളൊരു സിംഗപ്പൂരിലുള്ള പാർട്ടിസിപ്പന്റിനെ പരിചയപ്പെട്ടു. Write a dialogue of 10 turns where both you introduce yourself to each other and exchange your views about the conference. കണ്ടോ, എന്ത് കോൺഫറൻസ് ആണ്? ഇതൊക്കെ ഉണ്ടാക്കി എഴുതേണ്ട കേട്ടോ. ഇതൊന്നും എന്താ പറയാ, ഉണ്ടാക്കി എഴുതാ കേട്ടോ. അല്ലാതെ പഠിപ്പിച്ചു തരണ്ടല്ലോ. അതായത് നിങ്ങൾ സിംഗപ്പൂരിലുള്ളവരാണ്, നിങ്ങൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, നിങ്ങൾക്ക് ഈ കോൺഫറൻസിനെ പറ്റിയിട്ടുള്ള വ്യൂസ് എങ്ങനെ പറയും. ഇനി ഇതല്ലെങ്കിൽ എന്താണ്, വെൽ സ്ട്രക്ചേർഡ് എസ്സേ ഓൺ വൺ ഓഫ് ദി ഫോളോയിങ് ടോപ്പിക്. ഒരു വെൽ സ്ട്രക്ചേർഡ് 10 മാർക്കിന് എസ്സേ എഴുതാം. 10 മാർക്കിന് എസ്സേ എന്ന് പറയുമ്പോൾ 5 സൈഡെങ്കിലും വേണം. വെൽ സ്ട്രക്ചേർഡ് എസ്സേ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഇന്ത്യ ഗ്ലോബൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ഓഫ് ദി 21st സെഞ്ചുറി. ജനറൽ ക്വസ്റ്റ്യൻ ആട്ടോ. ഇന്ത്യ ഗ്ലോബൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് 21st സെഞ്ചുറി ആണ്. അല്ലെങ്കിൽ കരിയർ പാത്ത് ഓഫ് ദി യങ് ഇന്ത്യൻസ്, പ്രോസ്പെക്ട്സ് ആൻഡ് പോസിബിലിറ്റീസ്. ജനറൽ ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മൾ പണ്ടൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ വരുന്ന അതേപോലെയുള്ള ജനറൽ ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കി എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് എഴുതാ, നിങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ സിംഗപ്പൂരിൽ ഉള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആട്ടോ. സിംഗപ്പൂരിലുള്ളവരോട് സംസാരിക്കുന്ന രീതിയിൽ ഒരു എസ്സേ എഴുതാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉള്ള ഒരു എസ്സേ, കോൺവെർസേഷൻ എഴുതാം, അല്ലെങ്കിൽ ഈ രണ്ടിലേതെങ്കിലും എസ്സേ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ? സാധാരണ നമുക്ക് 8 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന് 4 എണ്ണം എഴുതലാം. പക്ഷെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആകെ 4 ക്വസ്റ്റ്യനോട്, ഓരോന്നിനും ഓപ്ഷൻ ആയിട്ടാണ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനിലും ഒരെണ്ണം നമ്മൾ എഴുതേ മതിയാവും. ഇനി യു ഹാവ് ബീൻ ഓഫേർഡ് എ ജോബ് ആസ് കോപ്പി എഡിറ്റർ ഇൻ എ പബ്ലിഷിംഗ് ഫേം. ഒരു പബ്ലിഷിംഗ് ഫേമിൽ ഒരു കോപ്പി എഡിറ്റർ ആയിട്ട് നിങ്ങൾ ജോയിൻ ആയിട്ടുണ്ട്. റൈറ്റ് എ ഫോർമൽ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ടു ദ ഹെഡ്. കേട്ടോ, ഫോർമൽ ലെറ്റർ ആണ്, ഇൻഫോർമൽ അല്ല, ഫോർമൽ ആണ്. ഫ്രം, ടു, അതൊക്കെ വെച്ച് യോർസ് ഫെയ്ത്ത്ഫുള്ളി ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്ററിനൊക്കെ ഫോർമാറ്റിനാണ് മാർക്ക് കിട്ടുക. അല്ലെങ്കിൽ a group of 5 students have been given the topic saving India's river, a major environmental concern. Write a group discussion on this topic. ഈ ഒരു ടോപ്പിക്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എഴുതും. ഓക്കെ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗുഡ് റീഡേഴ്സ് ഓപ്പറേറ്റ് അറ്റ് 4 ഇന്റർറിലേറ്റഡ് ലെവൽ ഓഫ് മീനിങ്. വാട്ട് ആർ ദ 4 ലെവൽ ഓഫ് മീനിങ്? കേട്ടോ, ഗുഡ് റീഡേഴ്സ് ഓപ്പറേറ്റ് അറ്റ് 4 ഇന്റർറിലേറ്റഡ് ലെവൽ. മീനിങ്ങിന് 4 ഇന്റർറിലേറ്റഡ്, കാരണം നമ്മുടെ മീനിങ്, ഒരു വാക്കിന്റെ അർത്ഥത്തിന് 4 ഇന്റർ റിലേറ്റഡ് ലെവലാണ് ഉണ്ടാവുക. ഓക്കെ, ആ ലെവലുകളുടെ മീനിങ്, അതായത് ഈ 4 ലെവല് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഹൗ ഡസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഡിഫർ ഫ്രം ഓറൽ കമ്മ്യൂണിക്കേഷൻ? എഴുതിയ കമ്മ്യൂണിക്കേഷനും വായിക്കുന്ന അല്ലെങ്കിൽ ഓറൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിസ്ക്രൈബ് 3 സിറ്റുവേഷൻസ് വേർ യു വുഡ് പ്രിഫർ ടു യൂസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ യുവർ ചോയ്സ്. നിങ്ങൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ പ്രിഫർ ചെയ്യുന്ന 3 സിറ്റുവേഷൻ ഏതൊക്കെയാണ്? എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ റിട്ടൺ ആയിട്ട്? ഫോർ എക്സാമ്പിൾ, ഒരു കംപ്ലൈന്റ് കൊടുക്കണം, വാഗോണ്ട് പറയാതെ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന ഏറ്റവും നല്ലത്. ബിക്കോസ് അത് റിട്ടേൺ ആവുന്നത് ഡോക്യുമെന്റഡ് ആണ്. കംപ്ലൈന്റ് കൊടുക്കുക, അതുപോലെ ഒരു റിക്വസ്റ്റ്, ഇതൊക്കെ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഓറൽ അല്ലാത്ത. അപ്പം 4ാമത്തെ ക്വസ്റ്റ്യനിൽ 2ാമത്തെ ഓപ്ഷൻ എന്താണ്? 3, അതായത് ഓറലും റിട്ടേണും തമ്മിലുള്ള വ്യത്യാസവും. ഇനി 3 സിറ്റുവേഷൻ നിങ്ങൾ ഓറലിനെ അല്ല റിട്ടേണിനെ പ്രിഫർ ചെയ്യുന്നത്, അത് എന്തുകൊണ്ടെന്ന്. ഓക്കെ ആണോ? 5 മാർക്സ് ക്വസ്റ്റ്യന് ഒരു 3 സൈഡൊക്കെ മതി. 2.5 സൈഡ്, ആക്ച്വലി ഒരു സൈഡ്, 2 സൈഡ്, ഒരു 2.5 സൈഡൊക്കെ എഴുതിയാൽ മതി.
അതും സൈഡ് റൈറ്റിംഗ് ഒക്കെ എഴുതി വൃത്തിക്ക് എഴുതാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് മനസ്സിലായില്ലേ, ഒത്തിരി ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഉണ്ടാക്കി എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അധികം കണ്ടുവരുന്നത്. ഈ ഫസ്റ്റ് ചാപ്റ്ററിന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ബാക്കിയൊക്കെ അധികം കോൺവെർസേഷൻ ഉണ്ടാക്കി എഴുതുക അങ്ങനെ. അപ്പൊ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 2023 ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും മനസ്സിലായോ? പറഞ്ഞേ. ഇനി അടുത്തതാണ് ആൻസർ എനി ഫോർ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ അബൌട്ട് 100 വേർഡ്സ് ഈച്ച്. ഓക്കെ, ഡിസ്ക്രൈബ് 2 ഫംഗ്ഷൻ ദാറ്റ് വിഷ്വൽ ഹെൽപ്പ് us to perform easily and effectively. വിഷ്വൽസ് പ്രസന്റേഷനിൽ വിഷ്വൽസ് കാണിച്ചു കഴിഞ്ഞാൽ ഈസിലി. അപ്പൊ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിട്ടോ. ഇനി വാട്ട് ഇസ് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് ആൻഡ് ടോൺ while attending a meeting? ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് ഏതാണ്, ടോൺ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. വൈ, എന്തുകൊണ്ട്? അടുത്തത് വാട്ട് ഇസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു 4 എഴുതാനാട്ടോ. വാട്ട് ആർ ദ വേരിയസ് മാക്രോ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷന് മൈക്രോ ഫങ്ഷൻസും ഉണ്ട്, മാക്രോ ഫങ്ഷൻസും ഉണ്ട്. ഇവിടെ മാക്രോയാണ് ചോദിച്ചിട്ട് ഉള്ളത്. ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ. അഗെയിൻ എന്താണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷന്റെ എസെൻഷ്യൽസ് പറഞ്ഞുതരാം കേട്ടോ, കാരണം റിപ്പീറ്റഡ് ആയിട്ട് വന്നതിനെ കൊണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ് ഈ വീഡിയോയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് ശേഷം പറഞ്ഞു. ഇനി എക്സ്പ്ലെയിൻ ഇന്റർപ്രിറ്റേറ്റീവ് റീഡിംഗ് വിത്ത് എക്സാമ്പിൾ. ഇന്റർപ്രിറ്റേറ്റീവ് ആയിട്ടുള്ള റീഡിംഗ് എന്താണ് വിത്ത് എക്സാമ്പിൾ. ഇനി റൈറ്റ് എ ഫോർമൽ ലെറ്റർ ടു ഡയറക്ടർ ടു എ ഫേം stating your acceptance of an offer of appointment as a research associate in the firm. കണ്ടോ, അപ്പൊ അഗെയിൻ ഒരു എന്ത് കിട്ടി, ഷുവർ ക്വസ്റ്റ്യൻ കിട്ടി, ഒരു ഫോർമൽ ലെറ്റർ. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയില്ലേ? അപ്പൊ ഫോർമൽ, ഇവിടുത്തെ ടോപ്പിക് ഉള്ളടക്കം എന്താണ്, നിങ്ങള് അവര് റിസർച്ച് അസിസ്റ്റന്റ് അസോസിയേറ്റ്, ഒരു റിസർച്ച് അസോസിയേറ്റ് ഫേമിൽ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യാണ്, നിങ്ങൾ അത് സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ലെറ്റർ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. Also mention the time needed for join. നിങ്ങൾക്ക് എത്ര സമയം വേണം ജോയിൻ ചെയ്യാൻ? I need 3 months for join because I have to resign from the previous institute എന്നുള്ള രീതിയിൽ. The letter should be addressed to the director of, to ആരാണ്? The director of the firm. Okay? ഇനി prepare a 5-minute presentation on how to prepare for a job interview. എങ്ങനെ ജോബ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള 5-minute presentation prepare. ഓക്കെ, ഇനി റൈറ്റ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ എഴുതാൻ വേണ്ടി പറയുന്നത്. 5 സ്റ്റുഡൻസ് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആട്ടോ പറയുന്നത്. ഫസ്റ്റിൽ എത്ര സ്റ്റുഡൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്? 5 സ്റ്റുഡൻസ്. 5 സ്റ്റുഡൻസിന്റെ ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഒന്ന്, ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഈസ് സോഷ്യൽ മീഡിയ മേക്കിംഗ് അസ് ലെസ് സോഷ്യൽ, ക്യാൻ മണി മേക്ക് അസ് ഹാപ്പി. ഈ രണ്ടിൽ ഏതെങ്കിലും ഉള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എഴുതാൻ വേണ്ടി. അപ്പൊ A, B, C, D, E എന്നുള്ള 5 പേര് തമ്മിലുള്ള ഡിസ്കഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി 2022 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പാറ്റേൺ ഒന്ന് തന്നെയാണ്, ഒരേ പാറ്റേൺ തന്നെയാണ്. ആദ്യം 8 തരും, അതിൽ 6 തരും, അത് 4 എഴുതണം. ഓരോന്നിനും 5 മാർക്ക് വെച്ചിട്ടാട്ടോ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോൺവെർസേഷൻ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇറ്റ്സ് ബേസിക് കോൺവെൻഷൻസ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺവെർസേഷൻ. രണ്ടാമത്, റീഡിംഗ് ഇൻവോൾവ്സ് കോംപ്ലക്സ് കോഗ്നിറ്റീവ് സ്കിൽസ്. എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. റീഡിംഗിൽ കോഗ്നിറ്റീവ് സ്കിൽസ് ആവശ്യമാണ്, വേണ്ടേ? വായിക്കുമ്പോൾ കോഗ്നിറ്റീവ് ചിന്തിക്കണം, അപ്പൊ അല്ലെ, കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം ഓർത്തു വെക്കണം, അല്ലെ? റീഡിംഗിൽ ഉണ്ടായിട്ടുള്ള കോഗ്നിറ്റീവ് സ്കിൽസ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റീഡിംഗ് ഫോർ ലിറ്ററൽ മീനിങ് ആൻഡ് ഇന്റർപ്രിറ്റേറ്റീവ് റീഡിംഗ്? ലിറ്ററൽ മീനിങ്ങും ഇന്റർപ്രിറ്റേറ്റീവ് റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം. Write a short note on the meeting etiquette to be followed while attending a meeting. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ വേണ്ട മീറ്റിംഗ് എറ്റിക്വേറ്റ് എന്നൊക്കെയാണ് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഇനി ഹോമോണിംസും ഹോമോഫോൺസും തമ്മിലുള്ള എന്താണെന്നുള്ളത് ബ്രീഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് എഴുതാം. How can visual aids be used to make presentation more effective and interesting? 3 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് വരുന്നത് പ്രസന്റിംഗിൽ വിഷ്വൽ എയ്ഡ്സ് വെച്ചാലുള്ള. ഇനി അഗൈൻ write a formal letter to the head of for publishing a house in your town. Formal letter to the head of publishing house in your town.
പബ്ലിഷിംഗ് ഹൗസിലേക്ക് ഒരു ഫോർമൽ ലെറ്റർ ചെയ്യാൻ അപ്ലൈങ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് എഡിറ്റർ ഇൻ പബ്ലിഷിംഗ് ഹൗസ്. ഒരു പബ്ലിഷിംഗ് ഹൗസിൽ അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ട് ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഒരു ഫോർമൽ ലെറ്റർ ആണ് ഹെഡിന് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ഗ്രൂപ്പ് ഓഫ് 5 സ്റ്റുഡൻസ് ഹാവ് ബീൻ ഗിവൺ ഇൻ ദ ടോപ്പിക്. ഒരു 5 സ്റ്റുഡൻസിന് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാത്തിലും. അപ്പം ഏകദേശം സ്ട്രക്ചർ പഠിച്ചു വെക്കുക എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എഴുതാനുള്ളത്. ഓൺലൈൻ ലേണിംഗ് ഇൻ ഇന്ത്യൻ സ്കൂൾസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. റൈറ്റ് ഔട്ട് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓൺ ദിസ് ടോപ്പിക്. ഇതാണ് നമുക്ക്. ഇനി എക്സ്പ്ലെയിൻ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ ദ സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബാരിയേഴ്സ് ആണ്. ഐ തിങ്ക് ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളതാണ് എന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെങ്കിൽ എഴുതാം ഡിസ്ക്രൈബ് ദ ബേസിക് ഫോംസ് ഓഫ് ഡിസ്കോഴ്സ് ഗിവിംഗ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കേ. 2021 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. എന്താ വന്നിട്ടുള്ള ഫസ്റ്റ് ഒരേ പാറ്റേൺ തന്നെ കേട്ടോ. 6 ക്വസ്റ്റ്യൻ അതിന് 4 എഴുതാം, 5 മാർക്ക് വെച്ചിട്ട്. Explain with a suitable example how a conversation is different from other speech events. Conversation other speech event തമ്മിലുള്ള വ്യത്യാസം. What do you understand by term interpretative reading? Interpretative reading എന്നാൽ എന്താണ്? Give examples to support your answer. Explain any 2 faulty reading habits noticed among second language readers. Second language readers നമ്മുടെ മദർ ടങ് അല്ലാത്ത അടുത്ത ലാംഗ്വേജ് റീഡേഴ്സ് വരുത്തുന്ന റീഡിങ്ങിലുള്ള ഫോൾട്ട് ആയിട്ടുള്ള റീഡിങ് എന്തൊക്കെയാണ് ഹാബിറ്റ്സ് കേട്ടോ. ഇനി ഹൗ ആർ ന്യൂ വേർഡ്സ് ഫോം ത്രൂ എഫിക്സേഷൻ ആൻഡ് കമ്പൗണ്ടിങ്ങിലൂടെയും എഫിക്സേഷനിലൂടെയും ന്യൂ വേർഡ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുക. ഇനി വാട്ട് ആർ ഹോമോണിംസ്, ഹോമോഗ്രാംസ്. ഗിവ് എക്സാമ്പിൾസ് ഓഫ് ബോത്ത്. ഇനി എക്സ്പ്ലെയിൻ ദ ടേം ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സ് ഗിവിംഗ് സൂട്ടബിൾ എക്സാമ്പിൾസ്. ഇത് മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തിരി ഒരു വ്യത്യാസത്തിലുള്ള ടോപ്പിക്സ് ആണ്. ഇനി റൈറ്റ് എ ഫോർമൽ ലെറ്റർ. അപ്പൊ എന്താ ഈ ഫോർമൽ ലെറ്റർ ഉറപ്പായിട്ടും വരും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫോർമൽ ലെറ്ററും പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ട്. Write a formal letter to the managing director of a firm in your town, applying for the post of research analyst in her firm. A group of 5 students have been given the topic qualities of an effective team leader or effective team leader qualities and write out group discussion on this topic. Explain with the suitable examples the semantic and linguistic barriers of communication. Semantic and linguistic barriers. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചാപ്റ്ററിലാണെന്ന് ഓർമ്മയില്ല. Write a short note on describing how you would structure a presentation to make it more effective. എങ്ങനെയാണ് ഒരു presentation more effectively? Visual aid തന്നെയാണ്, അതും repeated question തന്നെയാണ് കേട്ടോ. Prepare a brief outline of a presentation on a topic of your choice. ഇനി ഒരു നിങ്ങളുടെ ചോയ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനൊരു presentation prepare ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് 5 മാർക്കും ഉണ്ട്. ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 2021 ഫെബ്രുവരിയിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അഗെയിൻ പാറ്റേൺ സെയിം ആണ്. വാട്ട് ആർ ദ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഹൗ ക്യാൻ ബി റിമൂവ്, എന്തൊക്കെയാണ് ബാരിയേഴ്സ്, എങ്ങനെ റിമൂവ് ചെയ്യാം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. How would you structure a presentation so it makes more effective? Repeated question. Presentation ഒരു question എന്തായാലും വരും. എന്തൊക്കെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ? പ്രസന്റേഷൻ, അതുപോലെ തന്നെ ഫോർമൽ ലെറ്റർ, ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇതെന്തായാലും ഈ 3 തന്നെ മര്യാദയ്ക്ക് പഠിച്ചു പോയാൽ നമുക്ക് പക്കാ ജയിക്കാം കേട്ടോ. What are homophones, homographs? Give examples to both. While writing a formal letter, how you make it general neutral? General neutral ആക്കൽ എങ്ങനെയാണ്? ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ എങ്ങനെയാണ് ജനറൽ ന്യൂട്രൽ ആക്കുക? വാട്ട് ഇസ് സ്കിമാറ്റ? വാട്ട് ഇസ് ദ റോൾ ഇൻ റീഡിംഗ്? സ്കിമാറ്റ എന്താണ്? സ്കിമാറ്റയുടെ റോൾ എന്താണ് വായിക്കുമ്പോ? ഇനി a new recruit has just joined your organization. ഒരു പുതിയ ആള് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തു. Write a dialogue in 10 turns. അങ്ങോട്ടും ഇങ്ങോട്ടും 10 ഡയലോഗ്, അതാണ് 10 turns എന്ന് പറയുന്നത്. Where you as a senior colleague explain the role of he, she expected to perform in the organization. നിങ്ങളൊരു ഓർഗനൈസേഷന്റെ സീനിയർ ആണ്, ജൂനിയർ ആയിട്ട് ജോയിൻ ചെയ്യാണ്. 10 ടേൺസ് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അല്ലെങ്കിൽ വെൽ എസ്സേ എഴുതാം. ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഇൻ ദ 21st century, കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഇനി 3ാമത്താണ് യു ഹാവ് ബീൻ ഓഫേർഡ് എ ജോബ് ആസ് എ റിസർച്ച് അസിസ്റ്റന്റ് ഇൻ എ ലീഡിംഗ് റിസർച്ച് ഓർഗനൈസേഷൻ. റൈറ്റ് എ ഫോർമൽ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ടു ഹെഡ് ഓഫ് ദി ഓർഗനൈസേഷൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ a group of 5 students have been given the topic encouraging children to develop good reading habits. Write out a group discussion on this topic.
നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോൺവെർസേഷൻ? ഹൗ ഇസ് എ കോൺവെർസേഷൻ ഡിഫറെന്റ് ഫ്രം അതർ സ്പീച്ച് ഇവന്റ്സ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. വാട്ട് ആർ ദ 4 ലെവൽ ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ? എക്സ്പ്ലെയിൻ ഈച്ച് ബ്രീഫ്ലി വിത്ത് suitable examples. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ പാസ് ആവാനുള്ള വകുപ്പുകൾ മനസ്സിലായി, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് പക്ക മനസ്സിലായില്ലേ? അതിൽ മാത്രം നാളെയും മറ്റന്നാളും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചോളാം, നല്ല മാർക്കിൽ പാസ്സാവും. അപ്പൊ നമ്മൾ ബുക്സ് നിന്ന് വരുന്ന ക്വസ്റ്റ്യനേക്കാളും ജനറൽ ക്വസ്റ്റ്യൻസ് ആണല്ലോ കൂടുതൽ. അതിൽ നമുക്ക് എന്താക്കാൻ പറയാം, 3 കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം. അതായത് ഫോർമൽ ലെറ്റർ എഴുതാനുള്ള പാറ്റേൺ ആണ്, കണ്ടന്റ് പോലെ പാറ്റേൺ ആണ് മാർക്ക് കിട്ടുക. മനസ്സിലായോ? ഫോർമൽ ലെറ്റർ എഴുതുന്ന സ്ട്രക്ചർ ഉണ്ടാവില്ലേ, അതിനാണ് മാർക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്, പ്രോസസ് ആണ്. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട്, വിശദമായിട്ട് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് പറയുന്നുണ്ട്. ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് ഫസ്റ്റ്. പിന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാരിയേഴ്സ് വന്നിട്ടുണ്ട്. സോ അത് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ക്ലാസ് ആണ്, അത് ഇട്ടേക്കട്ടോ. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും വരും, അതും കൂടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ട്. റിട്ടേൺ വേഴ്സസ് ഓറലും ആ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെർസേഷൻ ആൻഡ് അതർ സ്പീച്ച് ഇവന്റ്സ് കണ്ടോ, 10 മാർക്കിന് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അതും ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യാന്നറിയോ, ഈ ഒരു ചാപ്റ്റർ എന്താ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആയിട്ട് ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് 10 മാർക്കിന് വരികയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് എഴുതാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതാ, ഈ റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഡിഫറൻസ്. അപ്പൊ എന്താക്കാം, കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ആദ്യം എഴുതാം, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്. വാട്ട് ഇസ് കമ്മ്യൂണിക്കേഷൻ? വേണമെങ്കിൽ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനും കൊടുക്കാം. ഓക്കെ, ഒരു എസ്സേ ഒക്കെ എഴുതുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അതിനുശേഷം എന്താണ് ബാരിയേഴ്സ് ഒന്നും വേണ്ട. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓറൽ എന്താണെന്നും റിട്ടൺ എന്താണെന്നും കൊടുത്തിട്ട് അവ തമ്മിലുള്ള കാര്യങ്ങൾ എഴുതുന്നു. എന്തായി, കുറച്ച് അധികമായിട്ട് നമുക്ക്, അതായത് ഈ പേപ്പർ നോക്കുന്ന ഇയാളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് എഴുതിയതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ, അതിന് കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒത്തിരി ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് ബോഡി ലാംഗ്വേജ്, അതിൽ ഐ കോണ്ടാക്ട്, അതുപോലെ പോസ്ചർ, ഡിസ്റ്റൻസ് ഒക്കെ നോൺ വെർബലിൽ വരുന്നതാണ് കേട്ടോ. ഇവിടെ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ 10 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ ഈ 3rd ചാപ്റ്ററിലുള്ള കാര്യങ്ങളാട്ടോ എഴുതി വെക്കുന്നത്. 3rd ചാപ്റ്ററിൽ വെർബൽ ആൻഡ് നോൺ വെർബൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാട്ടോ. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്താണ്? ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ അതായത് കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരാൾ മറ്റൊരാളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ബാരിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. എവ്രിബഡി ട്രൈസ് ടു കമ്മ്യൂണിക്കേറ്റ് അല്ലേ, നമുക്ക് ജീവിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ മതിയാവും. ബട്ട് നോട്ട് ഓൾ കമ്മ്യൂണിക്കേഷൻ ഇസ് സക്സസ്ഫുൾ. എല്ലാ കമ്മ്യൂണിക്കേഷനും സക്സസ്ഫുൾ. എന്നെ ഇപ്പൊ ചൈനയിൽ കൊണ്ടുപോയിട്ടാല് അതെങ്ങനെയായിരിക്കും എന്ന് ഊഹിക്കാലോ. അതാണ്, എല്ലാ കമ്മ്യൂണിക്കേഷനും സക്സസ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല. നമ്മളെ വീട്ടില് ഒരു അതിഥി തൊഴിലാളി പണിക്ക് വന്നാൽ മനസ്സിലാവും ആ കമ്മ്യൂണിക്കേഷന്റെ വ്യത്യാസം അല്ലെ. എന്റെ ഹസ്ബൻഡ് അപ്പുറം നിന്ന് ചിരിക്കും, ഞാൻ അവരോട് പണി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഐ എം നോട്ട് ഫ്ലുവന്റ് ഇൻ ഹിന്ദി, സോ ഞാൻ കുറച്ച് മലയാളം ബൈ ഇതർ കുഴിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അതാണ്, നോട്ട് ഓൾ കമ്മ്യൂണിക്കേഷൻ ഇസ് സക്സസ്ഫുൾ. Sometimes there is a gap between what is intended as the message and what is listener understood. കണ്ടോ, ചിലപ്പോ ബുദ്ധിമുട്ട് വരും, ഞാൻ പറഞ്ഞതായിരിക്കില്ല മറ്റേ ആള് മനസ്സിലാക്കുന്നത്. Sometimes there are some obstacles between the sender and receiver. ഒത്തിരി ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ തടസ്സം, ഭയങ്കര സൗണ്ട്, അല്ലെങ്കിൽ ഞാൻ എവിടെ റിസീവർ അപ്പുറമാണ് നിൽക്കുന്നത്, അതൊക്കെ എന്താണ്, ഒബ്സ്റ്റക്കിൾസ് ആണ്. ഓക്കെ, this means sometimes communication can be failed because of number of reasons. ഇതിനർത്ഥം ചിലപ്പോ കമ്മ്യൂണിക്കേഷൻ ഒത്തിരി കാരണങ്ങൾ കൊണ്ട് ഫെയിൽ ആവാം. The reason for these barriers to communication can be classified under 3 categories.
3 കാറ്റഗറി വെച്ചിട്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്താവുന്നത്, അൺസക്സസ്ഫുൾ ആവുന്നത്. ഏതൊക്കെയാണ് ആ 3? സെമാറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയർ ആണ്. ഒന്നുമല്ല ഭാഷ മനസ്സിലാവാതിരിക്കുക. രണ്ടാമത്തത് സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ട്. മൂന്നാമത്തത് ക്രോസ് കൾച്ചറൽ ബാരിയർ. ഈ 3 ബാരിയേഴ്സ് കാരണം എന്താവാം, കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആവാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇൻട്രൊഡക്ഷൻ ഓക്കെ ആണോ? ഇതിൽ ഫസ്റ്റ് വൺ ആണ് സെമാന്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയർ. ഓക്കെ, സെമാന്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയർ. ഇതിലാണ് ഈ ഹോമോഫോൺസ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഹോമോഫോൺസ് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. മൊത്തം ഒന്നും പറയുന്നില്ല, ആവശ്യത്തിനുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, കാരണം അത്രയല്ലേ നമുക്ക് സമയമുള്ളൂ. സെമാന്റിക് ബാരിയേഴ്സ് മീൻസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി മീനിങ്. കേട്ടോ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒന്നുകിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ മിസ് ഇന്റർപ്രറ്റ് ചെയ്യാം. മീനിങ്, അർത്ഥം മാറിപ്പോകുന്നതിനെയാണ്, അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മിസ് ഇന്റർപ്രറ്റ് ചെയ്യാം മീനിങ്, അതിനെയാണ് സെമാന്റിക് ബാരിയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് സെമാന്റിക് ബാരിയറിൽ ആംബിഗ്വിറ്റി ഇൻ എക്സ്പ്രഷൻ. There are words and sentences which have more than one meaning, interpretation and explanation. For example, there is a bat in my room. അതൊരു ക്രിക്കറ്റ് ബാറ്റ് ആവാം, ഒരു കടവാതിലാവാം, അല്ലേ? അതാണ് ambiguity in expression. There are words and sentences which have more than one meaning, interpretation and explanation. Every language has words that sounds the same but have different meaning, or words that sound or look very similar but and very different in meaning. Such a difference creates confusion in mind of the reader and lead to breakdown of effective communication. ഇങ്ങനെ ഒരേ അർത്ഥമുള്ള വാക്കുകൾ വരുമ്പോൾ അതൊരു ബ്രേക്ക് ഡൗൺ വരും, സെൻഡറും റിസീവറും തമ്മിൽ, അത് കമ്മ്യൂണിക്കേഷനിൽ ബുദ്ധിമുട്ടുണ്ടാക്കാം. ഇതിനെയാണ് ആംബിഗ്വിറ്റി ഇൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആംബിഗ്വിറ്റി ഇൻ എക്സ്പ്രഷൻ ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി അടുത്തതാണ് ഹോമോഫോൺസ്. Words that are pronounced similarly but have different meaning are called homophones. ഈ ambiguity പോലെ തന്നെ സിമിലർലി ആണ് പ്രൊനൗൺസ് ചെയ്യുക, പക്ഷെ ഡിഫറെന്റ് മീനിങ് ഉള്ളതിനെയാണ് ഹോമോഫോൺസ് എന്ന് പറയുന്നത്. നോക്കിയേ, സൈറ്റ്, സൈറ്റ് 3 സൈറ്റാണ്. ഐ, അതുപോലെ തന്നെ സെല്ലിന് ഒത്തിരി അർത്ഥങ്ങളാണ്. ബാറ്ററിക്ക് സെൽ എന്ന് പറയും, കോശത്തിന് സെൽ എന്ന് പറയും, ജയിലിന് സെൽ എന്ന് പറയും, അല്ലെ? ചെക്ക്, വീക്ക്, ലൂസ്, ഒന്ന് നഷ്ടപ്പെടുക, ഒന്ന് ലൂസ് ആയിട്ടിരിക്കുക, അഴിഞ്ഞിരിക്കുക. A proficient listener can easily make out the meaning from the context, but normal speaker may not identify the correct word. കാരണം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ലിസണറിന് അത് മനസ്സിലാവും, പക്ഷെ നോർമൽ ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും. It leads to confusion in mind of a listener and leads to failure in communication. പ്രൊനൗൺസിയേഷൻ ഒരുപോലെ വരുന്നതും ഡിഫറെന്റ് മീനിങ് വരുന്നതിനെയാണ് എന്തെന്ന് പറയാ, ഹോമോഫോൺസ്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ലിസണർക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ നോർമൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്, അത് കമ്മ്യൂണിക്കേഷനിൽ ഫെയിലിയർ ആവും. ഓക്കെ ആണോ? പറഞ്ഞേ. Contextual meaning and speech act. The meaning is derived from the intention and the context of utterance. The meaning is derived from intention and context, utterance. Language is used to perform speech acts such as giving an order, extending an invitation, and so on. Close the door. Close the door, please. കണ്ടോ? ഓർഡർ, അതായത് അട്ടറൻസിലൂടെയാണ് നമ്മൾ ഒന്ന് ഓർഡർ ആണോ റിക്വസ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കി. Ram, the door is open can be interpreted at least 5 ways. Ram, the door is open എന്നുള്ള 5 രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. As an invitation, Ram come in. Ram, door is open. അതാണ് Ram come in എന്നുള്ളത്. A command, Ram, close the door. Ram, the door is open. ഒരു ഓർഡർ ആണ്, അതായത് ഡോർ ക്ലോസ് ചെയ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. വാർണിംഗ്, റാം ഡോർ ഇസ് ഓപ്പൺ, ഒരു വാർണിംഗ് ആയിട്ടും പറയാം. അല്ലെങ്കിൽ ആസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റ്, റാം വി ആർ ഓപ്പൺ ഫോർ ഡിസ്കഷൻ, അല്ലെ? നമുക്ക് പറയാം റാം ഡോർ ഇസ് ഓപ്പൺ, അതായത് വരൂ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിലും ഇന്റന്റ് ആയിട്ടും പറയും. ആസ് എ ഡിസ്മിസൽ, റാം ദ ഡോർ ഇസ് ഓപ്പൺ, നിങ്ങൾ ഒരു നോൺ വെർബൽ ഉണ്ട്, റാം ദ ഡോർ ഇസ് ഓപ്പൺ, യു ക്യാൻ ലീവ്. As an explanation of surprise, Ram, the door is open. And all. My God, someone has broken into. Ram, the door is open. അങ്ങനെ പറയാം. അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ടും പറയാം. As a warning, Ram, don't do any mischievous things. Let someone should see. Ram,
the door is open. ഇങ്ങനെ ഒരു ഡാം ദ ഡോർ ഇസ് ഓപ്പൺ പല പല രീതിയിൽ പറയുമ്പോൾ പല പല അർത്ഥങ്ങളാണ്. ഇതിനെയാണ് കോണ്ടെക്സ്റ്റൽ മീനിങ് ആൻഡ് സ്പീച്ച് ആക്ട് എന്ന് പറയുന്നത്. ഇതാട്ടോ എക്സാമ്പിൾ. നിങ്ങൾ ചോദിച്ചാൽ എക്സാമ്പിൾ എന്താണ്? ഇതാണ് എക്സാമ്പിൾസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് മാം. ഇനിയാണ് സ്ട്രെസ് ആൻഡ് ഇൻടോണേഷൻ. ടോണിലുള്ള വ്യത്യാസം, സ്ട്രെസ്സും. Stress on particular syllable in a word or a word in a sentence can change the meaning drastically. In the word project and project in sentence, they stole the fruit from the garden. They stole the fruit from the garden. കണ്ടോ, ഇവിടെ സ്റ്റോളിനാണ് പ്രാധാന്യം, ഇവിടെ ഫ്രൂട്ടിനാണ് പ്രാധാന്യം. അല്ലെങ്കിൽ they stole the fruit from the garden. കണ്ടോ, ഇവിടെ ഗാർഡനാണ്. അതായത് എവിടെയാണോ പ്രാധാന്യം അവിടെ കുറച്ച് സ്ട്രെസ് ചെയ്ത് നമ്മൾ പറയും. അതിനെയാണ് സ്ട്രെസ് ആൻഡ് ഇൻടോണേഷൻ എന്ന് പറയും. ഇവിടെ ദേ കണ്ടോ, 4 എണ്ണം. ഒരു സ്ഥലത്ത് സ്റ്റോളിനാണ്, ഒരു സ്ഥലത്ത് ഫ്രൂട്ടിനാണ്, ഒരു സ്ഥലത്ത് ഗാർഡനാണ്. They stole the fruit from the garden. അവിടെ അവർ എന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാല് ബാരിയർ ആട്ടോ നമ്മൾ പറയുന്നത്. ഇനിയാണ് അല്ല മിസ്, അപ്പൊ ഫസ്റ്റ് ലെസണിലെ ബാരിയർ പഠിക്കണ്ടല്ലേ? അപ്പൊ നോക്കിക്കോ, രണ്ടും എഴുതാം. ഇതിവിടെ മെയിൻ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ സെമാന്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയർ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അല്ല, അതിന്റെ തന്നെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് അറിയുന്നൊക്കെ എഴുതി വെച്ചോ കേട്ടോ. Word shift. The meaning of a sentence can change when the position of the word is shifted. Word shift ചെയ്താലും മീനിങ് മൊത്തത്തിൽ മാറിപ്പോകും. It snows here only in winter. ഇവിടെ അർത്ഥം എന്താ? അറ്റ് നോ അതർ ടൈം ദാൻ ഇൻ വിന്റർ. വിന്ററിൽ മാത്രമേ ഇവിടെ സ്നോ ഉള്ളതാണ് ഇതിന്റെ അർത്ഥം. ഇറ്റ് ഓൺലി സ്നോസ് ഹിയർ ഇൻ വിന്റർ. അതായത് ഇറ്റ് ഡസ് നത്തിങ് ബട്ട് സ്നോ ഇൻ വിന്റർ. ഇവിടെ നോക്ക്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റും. ഇവിടെ സ്നോ മാത്രമേ ഉള്ളൂ, വിന്ററിൽ വേറെ ഒന്നുമില്ല എന്നുള്ള അർത്ഥമായിട്ട് മാറും. ഈ വരിയിൽ എന്താ അർത്ഥം? ഇവിടെ വിന്ററിൽ മാത്രമേ സ്നോ ചെയ്യുള്ളൂ. അടുത്തതിന്റെ അർത്ഥം എന്താ? ഇവിടെ വിന്ററിൽ സ്നോ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇനി ഇറ്റ് സ്നോസ് ഓൺലി ഹിയർ ഇൻ വിന്റർ, നോവെയർ എൽസ്. ഇവിടെ കണ്ടോ, ഇറ്റ്സ് നോ ഓൺലി ഹിയർ ഇൻ വിന്റർ. ഇവിടെ അർത്ഥം മാറി. ഇവിടെ മാത്രമാണ് വിന്ററിൽ ഇത്രയും സ്നോ ഉണ്ടാവുക. 3 കണ്ടോ, ഒരേ വാക്കുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പം അർത്ഥം മാറി. ഇതാണ് വേർഡ് ഷിഫ്റ്റ്. അപ്പം ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തായി പോകും? ബാരിയർ ആയിട്ട് മാറും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തതാണ് സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയർ. രണ്ടാമത്തെ ബാരിയർ ആട്ടോ സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയർ. Socio psychological barrier to communication refers to obstacle that employee in an organization fail while communicating with another because of difference in socio or psychological factor. അല്ലേ, നമ്മളിപ്പം പിന്നെ ഒരു വെസ്റ്റേൺ കൺട്രിയിൽ ഒരു ഓഫീസിൽ പോയാൽ, അല്ലെങ്കിൽ ഒരു ഗൾഫ് കൺട്രിയിലെ ഓഫീസിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് അവരുടെ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല അല്ലേ? അത് സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയർ. ഫസ്റ്റ് വൺ ആണ് attention span of the listener. The attention span of the listener can also be a barrier of the communication. Attention span, അതായത് ലിസ്ണർക്ക് എത്ര നേരം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? ഒരു 5 മിനിറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഞാൻ 1 മണിക്കൂർ സംസാരിച്ചാൽ അത് ബാരിയർ ആണ്. The time spent on it should not exceed the audience patience or attention span. അപ്പൊ ഞാനൊക്കെ ലൈവ്, എന്റെ എല്ലാ ക്ലാസ്സും ലൈവ് ആട്ടോ. അപ്പൊ ഞാൻ സൈക്കോളജിസ്റ്റ് 1 മണിക്കൂറാണ് ലൈവ് എടുക്കുക. അതിൽ 3/4 മണിക്കൂറെ ഞാൻ ക്ലാസ് എടുക്കത്തുള്ളൂ. കുറെ ഞങ്ങൾ സംസാരിക്കും, ഇന്ററാക്ട് ചെയ്യും. ബിക്കോസ് അതാ ഈ ഇന്ററാക്ട് ചെയ്യുന്നത്, ചളി പറയുന്നത്, കോമഡി പറയുന്നതൊക്കെ എന്താണ്? അറ്റൻഷൻ പുതുക്കാൻ വേണ്ടിയിട്ടാണ്. അതാ പറയുന്നത്, ഈ അറ്റൻഷൻ ഒരു നല്ല രീതിയിൽ ബാരിയർ ആയിട്ട്. എന്റെ സ്റ്റുഡൻസ് ആരോ സ്മൈലി ഒക്കെ അയച്ചിട്ടുണ്ട്, താങ്ക് യു. നമ്മള് ഫ്രീ ക്ലാസ്സിൽ ഞാൻ അത്ര ചളിയൊന്നും അടിക്കാറില്ല, കാരണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യലെന്ന് ഞാൻ വലിയ മാന്യ ശിരോമണിയാവും. നമ്മള് റെഗുലർ ക്ലാസ് ആവുമ്പോൾ നമ്മുടെ ആപ്പിൽ മാത്രമല്ല, അപ്പൊ കുറെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ് എടുക്കാറുള്ളത്. പിന്നെ എല്ലാ വിഷയവും ഞാൻ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഡെയിലി എന്നെ തന്നെയാ, വേറെ ടീച്ചേഴ്സ് ഒന്നും ഇല്ല കേട്ടോ സൈക്കോളജിയില്. സൈക്കോളജി പേപ്പേഴ്സും ഈ ഇംഗ്ലീഷൊക്കെ ഞാൻ പഠിച്ചിട്ട് എനിക്ക് ഇംഗ്ലീഷ് ഈ സെയിം പേപ്പർ ഞങ്ങൾക്ക് 5th സെമ്മില്, ഞങ്ങളുടെ ഡിഗ്രിയിൽ 5th സെമസ്റ്ററിൽ ഉണ്ടായിരുന്നു. സോ എനിക്ക് ഈ പേപ്പർ നന്നായിട്ട് അറിയാം. സോ എല്ലാ പേപ്പറും ഞാൻ ഇലക്ടീവ് ഒക്കെ ഞാൻ പഠിച്ചിട്ട് ഞാൻ പഠിപ്പിക്കാം. ഫിലോസഫി ഓഫ് റിലീജിയൻ ഒക്കെ ഞാൻ പഠിച്ചെടുത്തു. ഇന്ത്യൻ സൊസൈറ്റിക്ക് പറ്റി പച്ചവെള്ളം ഒന്നും ഞങ്ങളുടെ സബ്ജക്റ്റ് ഇല്ല, പക്ഷെ എനിക്ക് യെസ് ഐ വാണ്ട് ടു ഹെൽപ്പ് യു പീപ്പിൾ. സോ ഞാൻ പഠിച്ചു, എന്നിട്ട് പഠിപ്പിക്കും. അപ്പം the time spent on it should not exceed the audience patience. ഓഡിയൻസിന്റെ പേഷ്യൻസിന്
എക്സീഡ് ചെയ്യുന്ന രീതിയിൽ വളരെ ടൈം എടുത്തിട്ടൊന്നും പറയരുത്. അതൊരു ബാരിയറാണ്. The listener has his own attention span. അതുപോലെ ലിസ്ണർക്ക് ഒരു അറ്റൻഷൻ സ്പാൻ ഉണ്ടാവും. സോ അതിനനുസരിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. ഇഫ് ദ സ്പീക്കർ ഗോസ് ബിയോണ്ട്, ഞാൻ ഈ ക്ലാസ് തന്നെ ഇപ്പൊ 1 മണിക്കൂറോടെ തീർത്താൽ നിങ്ങൾ ഇത്രയും പേര്, ഞാൻ 2-3 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് അതും നിങ്ങളിപ്പോ 1 മണിക്കൂർ ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാം, നാളെ മറ്റന്നാളെ എക്സാം അതിനെക്കൊണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് സ്പാൻ പറയും. അപ്പോൾ എപ്പോഴും സംസാരിക്കുമ്പോൾ അപ്പുറത്തുള്ള ആളുടെ അറ്റൻഷൻ സ്പാൻ കൂടി നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. We can solve the problem of attention span using brevity. Brevity is an essential component of effective communication. Brevity എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ എന്താണ്, കൺസൈസ് ഓർ ഷോർട്ട്, പറയാനുള്ളത് വ്യക്തമായി ഷോർട്ടാക്കി പറയാം, അതിനാണ് ബ്രെവിറ്റി. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുമ്പോഴാണ് അറ്റൻഷൻ സ്പാൻ ഒക്കെ പോവുക. ഓക്കെ ആണോ? ഇനിയാണ് ഗ്ലൂമി അറ്റ്മോസ്ഫിയർ. ഇപ്പം ഒരു ഗ്ലൂമി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് നിങ്ങൾ ഒരു പ്രോജക്റ്റ് ഒക്കെ പറയണം, സ്വീകരിക്കാൻ പോലെ ഗ്ലൂമി അറ്റ്മോസ്ഫിയർ. A serious and gloomy communication can also be a barrier to. ഞാനിപ്പോ ഉറക്കൊന്നും നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഞാൻ തന്നെ ബോറടിങ്ങൾ ഇട്ടിട്ട് പോകും. അതാണ് a serious and gloomy communication can also be a barrier to communication. Whether in teaching or talking, a smile always complement the message. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. എന്റെ പിള്ളേർ പറയാൻ എനിക്ക് കൂടുതലും അറിയുന്നു. Even a hard concept can be conveyed through humor and occasional jokes. അല്ലെ, ഹാർഡ് സൈക്കോളജിയിലൊക്കെ പലതും എന്താണ് നക്കിന സത്യങ്ങൾ വിളിച്ചു പറയുന്നത്, പക്ഷെ ഒരു ചിരിയോടെ പറയുന്ന സമയത്ത് നമുക്കതൊരു എന്താ പറയാ നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഗ്ലൂമി ആയിട്ട് പറയുമ്പോൾ അതും ഒരു ബാരിയർ ആണ്. എപ്പോഴും എന്താ ഒരു പുഞ്ചിരി കീപ്പ് ചെയ്യാം. എസ്പെഷ്യലി ആസ് എ സൈക്കോളജിസ്റ്റ് ഒരു പുഞ്ചിരി. ഞാനിവിടെ ഇന്റേൺഷിപ്പിന് വരുമ്പോൾ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കും, നമ്മൾ ഈ റൂമിൽ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് എൻ്റർ ചെയ്യുമ്പോൾ മുതൽ നമ്മൾ ചിരിക്കണം. കാരണം ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് അതിലൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അവർ വരുന്നത്. സോ നമ്മൾ വരൂ കയറി ഇരിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നമ്മളോട് പറയാൻ പോലും തോന്നില്ല. അപ്പം നമ്മുടെ മുക്കിലുള്ളതാണ് സ്മൈൽ, ഗ്രീറ്റ്. അപ്പം എപ്പോഴും നമ്മൾ കാര്യം കൺവേ ചെയ്യുമ്പോൾ കുറച്ച് ഹ്യൂമറും അതുപോലെ തന്നെ പുഞ്ചിരിയും ഒക്കെ ഉണ്ടായിരിക്കണം. ആൻഡ് ഐ കോണ്ടാക്ട് ആൻഡ് സ്മൈൽ gives the listener a feeling of togetherness. Okay, therefore we have to create a pleasant atmosphere in the context of communication. Ini external disturbance and the wrong medium. Noise from the surrounding, ഒത്തിരി ബഹളമായിരിക്കാം. മെക്കാനിക്കൽ ഫെയിലിയേഴ്സ് ക്യാൻ സപ്പോർട്ടേജ്. ഇപ്പൊ ഇതൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ മെക്കാനിക്കൽ സപ്പോർട്ടേജ് ആണ്, അല്ല മെക്കാനിക്കൽ ഫെയിലിയർ ആണ്. അത് കാരണം നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. In the case of computerized presentation, failure of power supply, current പോവാ during their presentation and their external barrier. കണ്ടോ, ഞാനിപ്പോ ക്ലാസ്സിൽ തോന്നി ഇവിടെ കറണ്ട് പോവുകയോ വൈഫൈ പോവുകയോ ചെയ്താൽ ഒരു എക്സ്റ്റേണൽ ബാരിയർ ആണ്. Each mode of medium of communication, verbal ആയിക്കോട്ടെ non-verbal ആയിക്കോട്ടെ, has characteristic strength and weakness. Characteristic strength ഉം weakness ഉണ്ട്. We have to use a mode of communication based context based ചെയ്തിട്ടാണ്. ഇനി പേഴ്സണൽ ബയാസ് ആൻഡ് സ്ട്രോങ് ഫീലിങ്സ്. നമ്മൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരിക്കുക, സംസാരിക്കാൻ അറിയാതിരിക്കുക, അതും ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് വരാറുണ്ട്. People who have strong feeling about certain issues or people may be ineffective listeners or readers. കാരണം ഒരു പേഴ്സണൽ ബയാസ് ആണ്. നമ്മളൊരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റില്ല, ഇമോഷണൽ ആയിപ്പോ. അതുപോലെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ലിസണർ ആണ്, റീഡർ ആണെങ്കിലൊന്നും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കഴിയും. പിന്നെ മറുപടി പറയാൻ മാത്രം കേൾക്കാതിരിക്കുക. ചിലരുണ്ട് മറുപടി പറയാൻ മാത്രമേ കേൾക്കുള്ളൂ. സെലക്റ്റീവ്ലി ഓർ ദ I see only what I want to see. നമുക്ക് വേണ്ട മാത്രം കേൾക്കുക, നമുക്ക് വേണ്ടാത്തൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. ആ ആറ്റിറ്റ്യൂഡ് എന്താണ് കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. This attitude is very dangerous, okay, because the listener listens and understands only what he wants and ignores all other. നമുക്ക് വേണ്ട മാത്രം കേൾക്കാൻ അതിന് മറുപടി ബാക്കിയെല്ലാം ഇഗ്നോർ ചെയ്യുക. അതിനാണ് സെലക്റ്റീവ്ലി ഓർ ദ I see only what I want to see. ഓക്കെ ആണോ? ഇനി അടുത്താണ് cynicism and negativity. Cynicism is the belief that people are only interested in themselves and are not sincere. സിൻസിയർ അല്ലാത്ത കാര്യങ്ങൾ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിലും അത് ബാരിയർ ആണ്. The cynical and negative person is not open to it. അവർ പിടിച്ച് മുയലിന് 4 ചെവി എന്നുള്ള രീതിയിൽ നിൽക്കും, ബാക്കിയുള്ളത് ഒന്നും കേൾക്കത്തില്ല. അങ്ങനെ ആകുമ്പോഴും എന്താവും കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ. ഇനി പെർസീവ്ഡ് ബെനിഫിറ്റ്. For a successful communication, we need an attentive and interested audience. അല്ലെ, അറ്റന്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസ് എന്നാൽ മാത്രമേ നമുക്ക്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് പലപ്പോഴും സങ്കടം തോന്നും. ഞാൻ ഓക്കെ ആണോ നോക്കിയപ്പോ നിങ്ങൾ തന്നെ നോക്കിക്കേ 2 or 3 പേരെ ഉത്തരം പറയുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് ക്ലാസ് എടുക്കാൻ ഇഷ്ടമുള്ള കൊണ്ടാവും. അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോഴല്ലേ നമുക്ക് സംസാരിക്കാം. അതാണ് ഫോർ എ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ we need an attentive and interested audience. It is necessary for the communicator to ensure that the topic of the talk has some relevance to the audience. If they do not perceive any benefit, the listener may soon lose interest. കണ്ടോ, എനിക്ക് അറിയില്ല, ഞാൻ നിങ്ങൾ ഇങ്ങനെ മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ പറഞ്ഞേ, സോഷ്യൽ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എല്ലാവർക്കും മനസ്സിലായോ? എനിക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു. Yes, ma'am. Yes, ma'am. താങ്ക് യു. Yes, ma'am. സത്യം പറയാൻ എനിക്ക് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും ഓൺ ആക്കാനും യെസ് ടൈപ്പ് ചെയ്യാനും ഒക്കെ ഒരു മടിയാണ്. അതെനിക്കായാലും ഉണ്ടാവും. പക്ഷെ ഇവിടെ ഞാൻ നിങ്ങളെ ആരും കാണുന്നില്ല. അപ്പം എനിക്കൊരു റീഇൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഓക്കെ ആണല്ലോ? Yes, ma'am. ഇനിയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് പറയുന്നുണ്ട് കേട്ടോ. ഗ്രൂപ്പ് ഡിസ്കഷൻസ്, അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഒത്തിരി പേപ്പറിൽ വന്നതിനെ കൊണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഗ്രൂപ്പ് ഡിസ്കഷൻ കുഡ് ബി എ ഡിസ്കഷൻ വിത്ത് ഫ്രണ്ട്സ് അബൌട്ട് ദ വാല്യൂസ് ഓഫ് എ കോഴ്സ്, അബൌട്ട് എ ഫിലിം ഓർ എ ബുക്ക്, പ്രോസ് ആൻഡ് കോൺസ് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് സോ ഓൺ. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്തും ആവാം. ഇപ്പൊ നടക്കുന്ന നവകേരള യാത്രയെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഒരു ബുക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം, കാതൽ സിനിമയെ പറ്റി ഡിസ്കസ് ചെയ്യാം, ഒക്കെ ഗ്രൂപ്പ് ഡിസ്കഷൻ. അതായത് 3 or അതിലധികമോ ആളുകൾ കൂടിയിരുന്ന് ഡിസ്കസ് ചെയ്യുന്നതിനാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇൻ ദ പ്രോസസ് ഓഫ് ഡിസ്കഷൻ we have to learn others' points of view and agree or disagree with others. നമ്മളെപ്പോഴും ചർച്ച ചെയ്യും. ചാനൽ ചർച്ച എടുത്താൽ നമുക്ക് ദേഷ്യം പിടിക്കുന്നതാവും. ഇടയ്ക്ക് കയറി സംസാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം, അവർ പറയുന്ന കേൾക്കാം, അംഗീകരിക്കാതിരിക്കാം. ഇതാണ് ഒരു ഡിസ്കഷന്റെ ഏറ്റവും വലിയ പോയിന്റ്. അതായത് ആ ആള് പറയുന്ന പോയിന്റ് കേൾക്കുക, അത് അംഗീകരിക്കാം, അത് വ്യക്തമായിട്ട് പറയാം. പറയുന്ന ആളോ ചുരുക്കി വ്യക്തമായിട്ട് വരെ വലിച്ചു നീട്ടാൻ. Group discussion always help us to understand situation and problem and find out solution for the same. കേട്ടോ, ഗ്രൂപ്പ് ഡിസ്കഷൻ എപ്പോഴും നമ്മളെ സിറ്റുവേഷൻ മനസ്സിലാക്കാനും പ്രോബ്ലം മനസ്സിലാക്കാനും അതുപോലെ സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുക. A group discussion is the means of interaction within a team or between various teams in an organization. ഒരു ടീമിലുള്ള ആളുകൾ തമ്മിൽ തന്നെ ഇന്ററാക്ട് ചെയ്യുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. വേരിയസ് ഗ്രൂപ്പുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതും എന്താണ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഓക്കെ ആണോ? Yes, ma'am. Yes, ma'am. ഇനിയാണ് എസെൻഷ്യൽസ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ. യെസ്, അഗൈൻ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച കാര്യമാണ്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? There are certain conditions that must be met for a group discussion to be successful. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. Some of these conditions are dictated by the nature of the task, but there are some general points you must remember in order to be a successful participant. ചില ഡിസ്കഷനിൽ അതിന്റെ നേച്ചർ, ചില കാര്യങ്ങൾ ആ ഡിസ്കഷന്റെ നേച്ചർ അനുസരിച്ച് ചെയ്യേണ്ടി വരും. പക്ഷെ ജനറലി നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫോർ എ ഗുഡ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. അവിടെ എന്തൊക്കെയാണ്? there is only one topic for discussion. ഒരു ടോപ്പിക് എടുത്തിടാം, അതിൽ വേറെ വലിച്ചെടുക്കുന്ന ടോപ്പിക്. All the members must express their views on this topic under discussion. എല്ലാവരും ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്, അവരുടെ കാര്യങ്ങൾ പറയേണ്ടത്. Members must take turns to talk. ഓരോരുത്തർ അവനവന്റെ ടേൺ, അവനവന്റെ ഊഴം അവനവന്റെ സമയം വരെ വെയിറ്റ് ചെയ്യണം, ഇടയ്ക്ക് കയറി പറയുന്നത്. They must listen to another, talk to one another and respond. അവര് മറ്റുള്ളവരെ പറയുന്നത് കേൾക്കണം, റെസ്പോണ്ട് ചെയ്യണം, സംസാരിക്കണം. They must put forward more than one point of view on the topic. ഒരു ടോപ്പിക്കിൽ തന്നെ അവരുടെ ഒരുപാട് വ്യൂസ് അവർ പറയാൻ വേണ്ടി ശ്രദ്ധിക്കണം. Members of the group must also follow certain rules. റൂൾസ് ഉണ്ടാവും. ഇടയ്ക്ക് കയറി സംസാരിക്കരുത്, അസഭ്യം പറയരുത്, കയ്യാങ്കളി ചെയ്യരുത്, അങ്ങനെ റൂൾസ് ഉണ്ടാവും. അതും ഫോളോ ചെയ്യണം. ഇവിടെ റൂൾസ് എന്തൊക്കെയാന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ വ്യൂ പോയിന്റ്സ് വ്യക്തമായിട്ട് പറയണം, അതുപോലെ അവനവന്റെ ഊഴം വരാൻ കാത്തു നിൽക്കണം, അതുപോലെ അവര് റെസ്പോണ്ട് ചെയ്യണം, ക്ലിയർ ആയിട്ട് പറയണം, അതുപോലെ ഒന്നിലധികം വ്യൂ പോയിന്റ്സ് പറയണം, പിന്നെ റൂൾസ് ഉണ്ടെങ്കിൽ അത് പാലിക്കുകയും ചെയ്യണം. ഓക്കെ ആണോ? അപ്പൊ ഇനി റൂൾസ് എന്തൊക്കെയാണ്? ഇക്വാലിറ്റി, ഫ്രീഡം ടു എക്സ്പ്രസ് ആൻഡ് റെസ്പെക്ട് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്.
മെമ്പേഴ്സ്. എല്ലാ മെമ്പേഴ്സിനും ഒരേപോലെ കാണും, ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം, എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടാണ് അവരുടെ കാര്യങ്ങൾ പറയാൻ. ഓൾസോ റെസ്പെക്ട് ചെയ്യണം. ജാതി മതഭേദം ഇവിടെ ജാതിയിൽ എന്ന് വെച്ചിട്ടും അല്ലെങ്കിൽ ഇവിടെ ഈ മതം എന്ന് വെച്ചിട്ടൊക്കെ വെച്ചിട്ടും വായി തോന്നിയത് വിളിച്ച് പറയും. അതുപോലെ തന്നെ റീസണബിൾ ഓർഡർലിസം ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. റീസണബിൾ ആയിട്ടുള്ള ഓർഡർലിനെസ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വേണം ഇവിടെ പറയാൻ ഗ്രൂപ്പ് ഡിസ്കഷനിൽ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതെ മാം. ഇനി ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയാന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അതെന്തായാലും നോക്കട്ടെ 5 ആള് കൂടുമ്പോ. ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയാന്നുള്ളത് നോക്കിക്കോളാം കേട്ടോ. ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാത്തിലും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പ്രസന്റേഷന്റെ സ്ട്രക്ചർ. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ അഗെയിൻ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചർ ഓഫ് എ പ്രസന്റേഷൻ. ബേസിക്കലി ദർ ആർ 3 പാർട്സ് ഓഫ് പ്രസന്റേഷൻ. ബിഗിനിങ് ഉണ്ട്, മിഡിൽ ഉണ്ട്, എൻഡിങ് ഉണ്ട്. ബിഗിനിങ്ങിൽ ഒരു പ്രസന്റേഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ പരിചയമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. പിന്നെ സ്റ്റാർട്ട് യുവർ പർപ്പസ്. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് BEGG 182യുടെ റിവിഷൻ ക്ലാസ് ആണ് എന്ന് പറഞ്ഞു. റിലേറ്റ് സബ്ജക്ട് ടു ദ ഓഡിയൻസ്. ഓഡിയൻസിനോട് റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വെൽക്കം ചെയ്യും. ഞാൻ ഗിവ് എ ബ്രീഫ് ഔട്ട്ലൈൻ. 5 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു. ഇതാണ് ബിഗിനിങ്ങിൽ ചെയ്തത് അല്ലെ. മിഡില് ഡു നോട്ട് പ്രസന്റ് മോർ ദാൻ 4 മെയിൻ പോയിന്റ്സ് ഐഡിയാസ്. ശരിക്കും ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ 4 മെയിൻ പോയിന്റ്സ് ആണ് പറയുന്നത്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാട്ടോ ചെയ്യാറുള്ളത്. 6 പേജ് ആണ് ഞാൻ എടുക്കുക. അതിലൊരു 3-4 ടോപ്പിക്സ് ആണ് വരാറുള്ളത്. സപ്പോർട്ട് മെയിൻ ഐഡിയാസ് ബൈ ഫാക്ട്സ്. മെയിൻ ഐഡിയാസ് ഫാക്ട്സ് വെച്ച് സപ്പോർട്ട് ചെയ്യുക. യൂസ് സൈൻ പോസ്റ്റിംഗ്. സൈൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുക. യൂസ് വിഷ്വൽസ്. ഓക്കെ. ഇനി എൻഡിങ് എന്താണ്? റീഇറ്ററേറ്റ്, റീഇൻഫോഴ്സ് വാട്ട് യു ഹാവ് സെയ്ഡ്, സമ്മറൈസ് മെയിൻ പോയിന്റ്. ഇനി പ്രസന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി മെയിൻ പോയിന്റ്സ് ഒന്നുകൂടി പറയാ, ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം കേട്ടോ. ഡു നോട്ട് പ്രസന്റ് ന്യൂ ഐഡിയാസ്. ലാസ്റ്റിൽ ന്യൂ ഐഡിയാസ് പറയരുത്. മേക്ക് എ കൺക്ലൂഷൻ ഓർ റെക്കമെൻഡേഷൻ. ഞാൻ എപ്പോഴും കൺക്ലൂഡ് ചെയ്യാറുള്ളത് ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു ഫ്രീ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ അബ്ദുൽ നാഫി സൈനിങ്. യെസ്. Relate a conclusion to audience. Invite questions. Okay? Okay ആണോ? Okay ആണോ? ഇനി ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ് യൂസിങ് വിഷ്വൽ എയ്ഡ്സ്. പ്രസന്റേഷനിൽ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ്. ഇപ്പൊ ഞാൻ കണ്ടോ പ്രസന്റ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. വിഷ്വൽ എയ്ഡ്സ് ഇപ്പൊ ഇംഗ്ലീഷിൽ അതിനെ കൊണ്ടാണ്. നമ്മുടെ സൈക്കോളജിയുടെ ഒക്കെ നോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഗ്നോർഡ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഇതൊന്നും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളുടെ ഇഗ്നോർഡ് മെറ്റീരിയൽ വെച്ചിട്ട് ചുരുക്കിയൊരു എന്താണ് പിന്നെ നോട്ട് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം സൈക്കോളജിയുടെ ഒക്കെ സബ്ജക്ട്സിൽ കുറെ പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ നോട്ട് ഉണ്ടാക്കാറ്. അപ്പൊ വിഷ്വൽ എയ്ഡ്സ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകത എന്തൊക്കെയാണ്? വിഷ്വൽ എയ്ഡ്സ് ആർ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എൻ എഫക്റ്റീവ് പ്രസന്റേഷൻ. ഒരു എഫക്റ്റീവ് ഇപ്പൊ ഞാൻ ഇത് ഇല്ലാണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് എഫക്ട് ആവില്ല. Visual aids also make a presentation more interesting. Moreover, they help you to cut down on the amount of talking you want to. Visual aid ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുന്ന കുറയ്ക്കാം. ചില പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു തന്നാൽ, ബയോസൈക്കോളജിയിലേക്കാണ് ചില പിക്ചേഴ്സ് കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതിലെനിക്ക് സംസാരം കുറയ്ക്കാൻ പറ്റും. A variety of visual aids like flip chart, line graph, bar graph, pie chart, pictogram, map, tables, diagrams, photographs, etc. can be used for this purpose. ഓക്കെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്, ചാർട്ടുകൾ, ഫ്ലോ ചാർട്ട് അങ്ങനത്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പ്രസന്റേഷൻ. അങ്ങനെ ആവുമ്പോൾ ഒത്തിരി സംസാരം കുറയ്ക്കാം, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. Most presentation deal with statistics and other complex data where the visual aids help the audience understand complicated data analysis with no confusion. കണ്ടോ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ പോലും ഈ വിഷ്വൽ വെച്ച് പ്രസന്റ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാണ്ട് നോക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഒരു പ്രസന്റേഷനിൽ വിഷ്വൽ എയ്ഡ് ഉപയോഗിക്കുമ്പോഴുള്ള കാര്യം. ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ടു പ്രസന്റ് ഫിഗേഴ്സ്. നമുക്ക് ഫിഗേഴ്സ് പ്രസന്റ് ചെയ്യാം. ടു മേക്ക് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. കമ്പാരിസൺസ് ഒക്കെ കാണിച്ചു കൊടുക്കാം, വിഷ്വൽ വെച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഗ്രോത്ത് ആൻഡ് 2 കമ്പനീസ്, 2 കമ്പനീന്റെ ഗ്രോത്ത് ചാർട്ട് പോലെയൊക്കെ കാണിച്ചാൽ കേട്ടോ, ഒരു കമ്പനി ഇങ്ങനെ പോകുന്നു, ഒരു കമ്പനി ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ. ഈസിലി ബി കമ്പയർഡ് ആൻഡ് കോൺട്രാസ്റ്റ്. ടു പ്രോജക്ട് ഫ്യൂച്ചർ പെർഫോമൻസ് പ്രോജക്ട് ചെയ്യാനൊക്കെ നമുക്ക് പ്രോജക്ട് റിപ്പോർട്ട് പോലെയൊക്കെ വിഷ്വലി പ്രസന്റ് ചെയ്ത് കാണിക്കാം. ടു ടോക്ക് അബൌട്ട് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സ്. ഓക്കെ. ഇനി ഡു ആൻഡ് ഡോണ്ട് ഓഫ് വിഷ്വൽ എയ്ഡ്സ്. എന്തൊക്കെ വിഷ്വൽ എയ്ഡിങ് ചെയ്യാം, ചെയ്യാതിരിക്കാം.
It is important to ensure that your visual are relevant, appropriate and clear. വെറുതെ ഒരു പിക്ചറും കാര്യങ്ങളൊന്നും ഇട്ടേക്കരുത്. റെലവെന്റ് ആയിരിക്കണം, appropriate ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. Never overload the listener with the information. I'll show you. Wait. ബോറടിച്ച് തുടങ്ങിയോ? നിങ്ങൾ എല്ലാരും BAPSH-കാരാണോ, സൈക്കോളജിക്കാരാണോ? വേറെ ഏതെങ്കിലും സബ്ജക്റ്റിലുള്ളവരുണ്ടോ? ഇല്ല, ഞാൻ BAPSH ആണ്. ബാക്കിയുള്ളവരോ? എല്ലാവരും ആയി. ഞാനും അതെ. ഇത് നമ്മുടെ സോറി തെറ്റിപ്പോയി, എടുത്ത സാധനം മാറിപ്പോയി. ഇത് നമ്മുടെ BAPSH-ന്റെ തന്നെ നമ്മുടെ BPCC 109 ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ നോട്ട്സ് ആണ്. സെൻസറി മോട്ടോർ സ്റ്റേജ് കണ്ടോ എന്താണെന്ന് കാണിക്കുന്നത് പിക്ചർ. നിങ്ങളെ നോട്ട് തന്നെയാണ്, ഞാൻ ഇതിൽ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കണ്ടോ. ഇതാണ് പിയാഷെ എന്നൊക്കെ കാണിക്കുന്നതാണ്. കണ്ടോ ഓരോ സ്റ്റേജിൽ എന്താണെന്ന് കണ്ടോ. ഇതാണ് വിഷ്വൽ പ്രസന്റേഷൻ. നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മളെ സെക്കൻഡ് ഇയറിന് നോട്ടാട്ടോ, സൈക്കോളജിയുടെ സെക്കൻഡ് ഇയറിന് നോട്ടാണ്. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. ഇതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള, ഞാനിത് ആഡ് ചെയ്യണം. അപ്പൊ എന്തായി പ്രസന്റേഷൻ കുറച്ചുകൂടി റെലവെന്റ് ആയി. കണ്ടോ ഫ്ലോ ചാർട്ട് കണ്ടോ. ഇഡ് എന്താണ്, സൂപ്പർ ഈഗോ എന്താണ്, ഇതാണ് ഫ്ലോ ചാർട്ട്. സിഗ്മണ്ട് ഫ്രോയിഡ്. ഇങ്ങനെ പിക്ചേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതാ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്, ഇങ്ങനെ ഡെവലപ്മെന്റ് കാണിക്കാം. കണ്ടോ ഇതാണ് വിഷ്വൽ പ്രസന്റേഷന്റെ പ്രത്യേകത. കാര്യം പറഞ്ഞാലും മറന്നാലും ഈ വിഷ്വൽ നമുക്കുണ്ട്. അതാണ് കേട്ടോ പറയുന്നത്. എന്ത്? നെവർ ഓവർലോഡ് ദ റിസൾട്ട് വിത്ത് ഇൻഫർമേഷൻ. ഓവർലോഡ് ചെയ്യരുത്, റെലവെന്റ് ആയിട്ടുള്ള പിക്ചേഴ്സ്. ഗിവ് ദ ഓഡിയൻസ് ടൈം ടു അബ്സോർബ് ദ ഇൻഫർമേഷൻ. അതുപോലെ ആ പിക്ചർ അവിടെ അവർക്ക് മനസ്സിലാവുന്നിടത്തോളം സമയം അവിടെ വെക്കണം. യൂസ് വിഷ്വൽ എയ്ഡ്സ് ടു റീഇൻഫോഴ്സ് ആൻഡ് ക്ലാരിഫൈ പോയിന്റ്സ് ഓഫ് യുവർ സ്റ്റാൻഡ് ആൻഡ് ഡോണ്ട് കൺഫ്യൂസ് ദ ഓഡിയൻസ്. ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കണം, കൺഫ്യൂസ് ചെയ്യരുത്. ഇതിപ്പം ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ആണ്. സോ ഓരോ സ്റ്റേജും എന്താണെന്ന് കറക്റ്റ് ഈ പിക്ചറും ഈ ടേബിളും വെച്ച് പറഞ്ഞു കൊടുക്കണം. അത് അവിടെ കിടക്കും. ഇതെപ്പോഴും വരുന്നൊരു ടെസ്റ്റ് ആണ്. അപ്പൊ ഇത് നമ്മുടെ ഡെവലപ്മെന്റിന്റെ നോട്ടാണ്. അപ്പൊ എല്ലാം ഇത് ഫുൾ ഇഗ്നോർഡ് ടെക്സ്റ്റ് നോക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ നോട്ടാണ്. പക്ഷെ വാട്ട് വി ആഡഡ് ഫോർ എ ഗുഡ് പ്രസന്റേഷൻ, നമ്മൾ ഇങ്ങനെ കുറെ വിഷ്വൽ എയ്ഡ്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ടു മേക്ക് ഇറ്റ് ക്ലിയർ. എല്ലാം ഉണ്ടോ, ഓരോ സ്റ്റേജും നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതാണ് വിഷ്വൽ എയ്ഡിന്റെ പ്രത്യേകത. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാണ്, എന്തായാലും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യന് ഒരു ഫോർമൽ ലെറ്റർ എഴുതാൻ വരും. എന്തായാലും പഠിച്ചു വെച്ചോളാം. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്തായാലും വരുന്നുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ, പിന്നെ പ്രസന്റേഷന്റെ ക്വസ്റ്റ്യന്, അതുപോലെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും എന്തായാലും വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. റീഡിങ്ങിന്റെ കൂടി ഒന്ന് പറഞ്ഞുതരോ? ഏതാണ് റീഡിങ്ങിന്റെതാ? ഇന്റർപ്രിറ്റേറ്റീവ് റീഡിംഗ് ഇല്ലേ? പറഞ്ഞുതരാം. ഇന്റർപ്രിറ്റേറ്റീവ് റീഡിംഗ് കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇന്റർപ്രിറ്റേറ്റീവ് മീനിങ് അല്ലേ, ഇന്റർപ്രിറ്റേറ്റീവ് റീഡിംഗ് അല്ലേ വേണ്ടത്? അത് ഏത് ചാപ്റ്ററിലായിരുന്നു? റീഡിങ്ങിന്റെ ചാപ്റ്റർ ഉണ്ട്. റീഡിംഗ് സ്കിൽ അല്ലേ? അതാന്ന് തോന്നുന്നു. മേ ബി സെക്കൻഡ് നോട്ടിലായിരിക്കും. 36 പേജ് നമ്പറിലുണ്ട്. എത്ര? 36. ഇന്റർപ്രിറ്റേറ്റീവ് മീനിങ്. ഇന്റർപ്രിറ്റേറ്റീവ് മീനിങ് അല്ലേ വരുന്നത്? യെസ് 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 യെസ്. അത് നമ്മളേതോ സ്റ്റുഡന്റ് ആണല്ലോ. ഓക്കെ. Interpretative meaning. The interpretative means word meaning which is directly stated in the text. A textil എന്താണ് അതിന്റെ ഡയറക്റ്റ് മീനിങ്ങിനെയാണ് നമ്മൾ ഇന്റർപ്രിറ്റേറ്റീവ് മീനിങ് എന്ന് പറയുന്നത്. To read at interpretative level, reader have to read between the lines to recognize ideas and information not directly stated. കേട്ടോ, ഇന്റർപ്രിറ്റേറ്റീവ് ലെവലിൽ അത് മനസ്സിലാക്കി ഗ്രഹിച്ചെടുക്കുക എന്നുള്ളതാണ്.
വേർഡ് മീനിങ് വിച്ച് ഇസ് ഡയറക്ട്ലി സ്റ്റേറ്റഡ്. അതായത് എന്താണോ ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഞാൻ എഴുതിയത്, അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതിനെയാണ് ഇന്റർപ്രറ്റേറ്റീവ്. എന്താണോ റീഡർ അത് അയാൾ എഴുതിയത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ് ഇന്റർപ്രറ്റേറ്റീവ് മീനിങ് എന്ന് പറയുന്നത്. Reader have to make inference and assumption about many factors like time relationship, the year, time of the day and season, geographical relationship, cause and effect relationship, the age, feeling and familiar relationship of the characters if it is not stated directly. Directly stated നല്ല മഞ്ഞ് പെയ്യുന്ന ഒരു ദിവസമായിരുന്നു. അവൾ പുഴയോരത്തിരിക്കുകയായിരുന്നു. ഇലകൾ പൊഴിയുന്നുണ്ട്. ശിശിരകാലമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഏതാണ്. ഇന്ത്യയിലൊന്നുമല്ല, മഞ്ഞ് പൊഴിയുന്നുണ്ട്. അപ്പൊ സോ ഒരു വെസ്റ്റേൺ കൺട്രിയാണ്. ഇല പൊഴിയുന്നുണ്ട്. സോ ദിറ്റ് ഇസ് ഓട്ടം. ഇന്ത്യയിലല്ല. അങ്ങനെ അതായത് നമ്മൾ ഗ്രഹിച്ചെടുക്കാം. ക്യാരക്ടറും എന്താണ് അസ്യൂം ചെയ്യുക. ഒരു ബുക്കൊക്കെ വായിക്കുമ്പോഴേ അയാളുടെ പ്രായം ഇതായിരിക്കും, അയാൾ ഇതായിരിക്കും ചിന്തിക്കുന്നത്. ഇങ്ങനെ അസ്യൂം ചെയ്ത് ആള് റീഡർ എന്താണോ ഉദ്ദേശിച്ചത് അതിനെ റൈറ്റർ അസ്യൂം ചെയ്തെടുക്കുക, മനസ്സിലാക്കുന്നതിനാണ് ഇന്റർപ്രിറ്റേറ്റീവ് റീഡിങ് അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേറ്റീവ്. അത് ഡയറക്ട്ലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് ഇന്റർപ്രിറ്റേറ്റീവ് മീനിങ് എന്ന് പറയുന്നത്. And interpretive text writers do not always state facts that directly പറയാത്ത കാലം നമ്മൾ ഗ്രഹിച്ചെടുക്കാന്ന് പറയില്ലേ, അതാണ്. They imply emotions and attitudes and suggest point of view. Okay ആണോ? Okay ആണോ? Yes, ma'am. അപ്പൊ ഫോർമൽ ലെറ്റർ എഴുതാൻ അതിന്റെ ഫോർമാറ്റ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലും ഉണ്ടാവും, നോട്ടിലൊക്കെ ഉണ്ടാവും. എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫോർമൽ ലെറ്റർ എഴുതാതെ എന്താണ് പിന്നെ വിട്ടുപോയ ചെയ്ത, കാരണം ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒത്തിരി നല്ല എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫോർമൽ ലെറ്റർ വന്നിട്ടുണ്ട്. സോ ഫോർമൽ ലെറ്റർ പഠിക്കുക. അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വിളിക്കാം, ചോദിക്കാം. അടുത്തൊരു ഫ്രീ ക്ലാസ്സുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. അതുവരെ ഇറ്റ്സ് മീ ആഫ അബ്ദുൽ നാഫി സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ. ഓക്കെ, Thank you, ma'am. ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ തരാമോ? Thank you, ma'am. താങ്ക് യു മാം. ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് ഗ്രൂപ്പ് തരൂ. ഞാനൊരു ഫോർമാറ്റ് ഇട്ടേക്കാട്ടോ, ഫോർമൽ ലെറ്റർ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ.